ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗൗരവതരമായ വാർത്ത കൂടി വരികയാണ്. കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അത് ആശങ്കപ്പെടുത്തുന്നതാണ്. സൾഫർ കണ്ടന്റാണ് ഇത്. മറൈൻ എഞ്ചിൻ ഓയിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സൾഫർ കണ്ടന്റ് കൂടുതലുള്ള വസ്തു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് തീരത്തേക്ക് അടിഞ്ഞു കഴിഞ്ഞാൽ അതിൽ തൊട്ടാൽ അത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നേരത്തെ വീണ കണ്ടെയ്നറുകൾ ഇന്ന് തീരത്തടിയും എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ വീണതോടുകൂടി തീരദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. കേരളം മുഴുവൻ തീരദേശങ്ങളിൽ ആ രീതിയിൽ ജാഗ്രത പുലർത്തേണ്ടി വരുന്നു. ഇത് ഒഴുകുന്നതിൻ്റെ ദിശ നോക്കിയാണ് ഇപ്പോൾ ആലപ്പുഴ എറണാകുളം തീരത്തേക്ക് വരും എന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ വീണതോടുകൂടി ഇനി അതൊരു കൂടുതൽ ആശങ്ക നമ്മുടെ മുൻപിലേക്ക് സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കപ്പൽ കൂടുതൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കപ്പലിലുണ്ടായിരുന്ന മറ്റു രണ്ടുപേരെയും കപ്പലിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ക്യാപ്റ്റനെയും മറ്റു രണ്ടുപേരെയും കപ്പലിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. കാരണം അവർ ആ നിരീക്ഷണത്തിനായി കപ്പലിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ കപ്പൽ കൂടുതൽ മുങ്ങുന്ന പശ്ചാത്തലത്തിൽ അവരെ മാറ്റിയിരിക്കുന്നു. ഏതായാലും സാഹചര്യം കൂടുതൽ ഗൗരവമാകുന്നു എന്നതാണ് വിഷയം. കൊച്ചിയിൽ നിന്ന് അമൽനാഥ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, ഈ കൂടുതൽ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണിരിക്കുന്നു, ആശങ്ക കൂട്ടുന്നുണ്ടത്. ഒപ്പം തന്നെ കപ്പൽ കൂടുതൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുങ്ങുന്നതിന് മുൻപ് വെസലിലേക്ക് ഈ കണ്ടെയ്നറുകൾ മാറ്റാൻ പറ്റുമോ? മനു, ഈ അപകട സാഹചര്യം വർദ്ധിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കുറച്ച് സമയം മുന്നേ വരെ ഇത്തരത്തിൽ ഈ 3 പേർ, അതായത് കപ്പലിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന 24 പേരിൽ 21 പേരെയും മറ്റൊരു കപ്പലുകളിലേക്ക് മാറ്റിയിരുന്നു. 3 പേർ മാത്രം, ക്യാപ്റ്റനും 2 എഞ്ചിനീയർമാരും ഈ അപകടം നടന്ന ആ കപ്പലിൽ തന്നെ തുടർന്ന് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഈ കപ്പൽ കൂടുതലായി മുങ്ങുന്നു, അതായത് 28 ഡിഗ്രിക്ക് മുകളിലേക്ക് ഒരു ചെരിവ് വരുന്നു, കൂടുതലായി മുങ്ങുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ അപകട സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇവർ 3 പേരെയും മറ്റൊരു കപ്പലിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ അപകടം വർദ്ധിക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ കൂടുതൽ ഇത്തരത്തിൽ കണ്ടെയ്നറുകളും ഈ കടലിലേക്ക് പതിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 8ഓളം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിരുന്നു എന്ന വിവരങ്ങളായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ അതിൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ കപ്പൽ മുങ്ങുന്ന സാഹചര്യത്തിൽ കടലിലേക്ക് പതിച്ചു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇനി കുറച്ചുകൂടി വേഗതയിൽ ഇത്തരത്തിൽ ഈ കണ്ടെയ്നറുകൾ മാറ്റുവാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ ആ ഒരു കപ്പലിൽ നിന്നും മറ്റ് വെസലുകളിലേക്ക് മാറ്റുവാനുള്ള നീക്കങ്ങളിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. 400-ലധികം കണ്ടെയ്നറുകൾ ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. അതിൽ 8ഓളം കണ്ടെയ്നറുകൾ മാത്രമായിരുന്നു ഇത്തരത്തിൽ കടലിൽ പതിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി വരുന്ന കണ്ടെയ്നറുകൾ ഏറ്റവും പെട്ടെന്ന് തന്നെ മാറ്റുക എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം 390 മുകളിൽ കണ്ടെയ്നറുകൾ ഇതിൽ ബാലൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ കപ്പലിൻ്റെ കമ്പനിയുമായി അടക്കം ചർച്ചകളടക്കം നടത്തി ഇത്തരത്തിൽ ദൗത്യം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് കപ്പൽ കൂടുതലായി മുങ്ങുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എങ്കിലും നിലവിൽ മറ്റ് വെസലുകളിലേക്ക് ഇവ മാറ്റുവാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് ആണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എങ്കിലും സ്ഥിതിഗതികൾ ആശ്ചര്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആശങ്കയുണ്ടാക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ 28 ഡിഗ്രിയോളം ചെരിവുണ്ടായിരുന്നു എന്ന വിവരമായിരുന്നു പുറത്തു വന്നത്. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി വലിയ രീതിയിൽ അല്ലെങ്കിൽ അപകട സാധ്യത ഇല്ല എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം അപകട സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അപകടം നടന്ന കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റനെയും മറ്റ് 2 എഞ്ചിനീയർമാരെയും മറ്റൊരു സുരക്ഷിതമായ കപ്പലിലേക്ക് മാറ്റിയിരിക്കുന്നത്. കപ്പൽ കൂടുതലായി മുങ്ങുന്ന അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവരെ മാറ്റിയിരിക്കുന്നത്. അതേസമയം തന്നെ കൂടുതൽ കണ്ടെയ്നറുകൾ ഈ കടലിലേക്ക് വീഴുന്നതോടുകൂടി കൂടുതൽ ആശങ്ക ഉണ്ടാക്കുക കൂടി ചെയ്യുന്നുണ്ട്. കൂടുതലായി അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം വെസലിലേക്ക് മാറ്റുക എന്നതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു പ്രായോഗികത എങ്ങനെയാണ് അമൽ? ഈ സേനാ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും ഒക്കെ പറയുന്നത് ഈ വെസലുകൾ ഇത്രയും ദൂരത്തേക്ക് എത്തിച്ച് അതിലേക്ക് മാറ്റുന്നതിനുള്ള, കടലിൽ വെച്ച് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രായോഗികതയെക്കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് അത്രയധികം പരിചിതമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരുന്നത്. മനു, അത് പോസിബിൾ ആണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അത്തരം വിവരങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഈ കൂടുതൽ വെസലുകൾ ഈ സംഭവ സ്ഥലത്തേക്ക്, അതായത് അപകടം നടന്ന ഈ ഒരു ഏരിയയിലേക്ക് എത്തുകയും ഈ കപ്പലുമായി ഇത് മെർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഈ വെസലിലേക്ക് ഈ കണ്ടെയ്നറുകൾ മാറ്റുന്ന ആ ഒരു പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം ദൗത്യത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിൽ നിന്നും അത് പോസിബിൾ ആണ്, അത് നടത്താൻ
വേണ്ടി സാധിക്കുന്നതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ ഒരു കടലിൽ വെച്ച് അപകട സാധ്യതയുള്ള ആ ഒരു ഇടത്ത് വെച്ച്, അതായത് കടൽ വളരെ ക്ഷോഭിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്, പ്രതികൂലമായ ഒരു സാഹചര്യമാണ്. എങ്കിൽ കൂടി ഇത്തരത്തിൽ ഈ കണ്ടെയ്നറുകളെ വെസലുകളിലേക്ക് മാറ്റുവാൻ വേണ്ടി സാധിക്കും. അവ ഇപ്പോൾ മെർജ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം പെട്ടെന്ന് നടത്താൻ വേണ്ടി സാധിക്കുമെന്നതിൽ ചില സംശയങ്ങളുണ്ട്. കാരണം ഇത്തരത്തിൽ കപ്പൽ മുങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ കണ്ടെയ്നറുകളെ വെസലുകളിലേക്ക് മാറ്റുക എന്ന ആ ഒരു ദൗത്യത്തിലാണ് നിലവിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മനോ, ശരി, ഏതായാലും അത് അങ്ങനെ തന്നെ പോകട്ടെ. കാരണം ഞാൻ ആ രീതിയിൽ ചോദിച്ചത് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഇത് കടലിൽ വെച്ച് എത്രമാത്രം മാറ്റാൻ പറ്റും, എങ്ങനെയാണ് അതിൻ്റെ സംവിധാനമാണ് നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ധാരണ നടിച്ചു നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് അമലിനോട് ഞാനും അത് ചോദിച്ച് മനസ്സിലാക്കിയത്. ഏതായാലും അത് പോസിബിളാണ് എന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും നമ്മുടെ സേനാ വിഭാഗങ്ങളും ഒക്കെ പറയുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ അവരത് ചെയ്യും. പക്ഷേ അത് എത്ര വേഗത്തിൽ ചെയ്യാൻ പറ്റുമെന്നതാണ് വിഷയം. കാരണം കപ്പൽ കൂടുതൽ ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്.